നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ശക്തമായ മഴയിൽ ശ്രീനാരായണപുരത്ത് കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. പടിഞ്ഞാറ് വെമ്പലൂർ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തകർന്നു വീണത്. കോളേജിന്റെ വടക്ക് ഭാഗത്ത് ശ്രീനാരായണപുരം റോഡിനോട് ചേർന്നുള്ള 150 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ തുമ്പൂർമുഴിയിൽ മുളക്കൂട്ടം റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് റോഡരികിൽ ഉണങ്ങി നിന്നിരുന്ന മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണത്. വനം വകുപ്പ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ഇവ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകട ഭീഷണി ഉയർത്തി കോണത്തുകുന്നിൽ വൈദ്യുതി പോസ്റ്റ്. കോണത്തുകുന്ന് മാവിൻചുവട് പാലപ്രക്കുന്ന് റോഡിലാണ് ഏതു നിമിഷവും മറഞ്ഞു വീഴാവുന്ന രീതിയിൽ വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. നിരവധി ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡാണ് ഇത്. കരിവനൂർ പുഴയിലേക്ക് ചാടിയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണിമംഗലം സ്വദേശി തോമസ് ആണ് മരിച്ചത്. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന ആളാണ് തോമസ്. വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേരെ അന്തിക്കാട് പോലീസ് പിടികൂടി. കുറുമ്പിലാവ് സ്വദേശി വിഷ്ണു ബ്രഹ്മ, കോട്ടം സ്വദേശി അൽകേഷ്, താനിം സ്വദേശിയായ പ്രായപൂർത്തിയാവാത്ത ഒരാളുമാണ് പിടിയിലായത്. അന്തിക്കാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പ്രോട്ടീൻ കടയുടെ മറവിൽ സ്റ്റിറോയിഡുകളും രക്തസമ്മർദ്ദം ഉയർത്താനുള്ള മരുന്നുകളും വിൽപ്പന നടത്തിയ സംഭവത്തിൽ തൃശൂരിൽ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. ചീഫ് ഡ്രഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകൾ പിടിച്ചെടുത്തു. പേരാമംഗലത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിന്റെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കി. തൊട്ടിൽ പാലത്തിന് പോവുകയായിരുന്ന KSRTC ബസ്സിലാണ് തിരുനാവായ സ്വദേശിയായ 36-കാരി ഇന്നലെ പ്രസവിച്ചത്. സുധാ ദിലീപ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ്. പടിയൂരിലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും കേരള മഹിളാ സംഘത്തിന്റെ ഇരിഞ്ഞാലക്കുട മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയും CPI പടിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമാണ്. മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറവും വിവിധ സംഘടനകളും DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.